ഇത്ര ഇട്ടോളാം, ഇതിന് മേലോട്ട് ഇട്ടോളാം. കൈയിട്ട് താഴോട്ട് കിട്ടൂലല്ലോ. ഇല്ല, ഇത്ര ഉള്ളൂ അല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സേഫ് ഗാലറി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതല്ലേ പറഞ്ഞു? ഇല്ല, ഒന്നുകൂടാ, ആക്ഷൻ. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സേഫ് ഗാലറി. അപ്പൊ തുടങ്ങാം അല്ലേ? സേഫ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി സേഫ് ഗാലറിയുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സേഫ് ഗാലറിയുടെ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ട്രാവൽ വ്ളോഗ് എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഒരു കാലത്ത് കേരളീയർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കൃഷിരീതിയായിരുന്നു നെൽകൃഷി. രാജ്യത്തിൻ്റെ കരുതൽ ഭക്ഷ്യശേഖരത്തിലേക്ക് 32% വരെ കേരളം സംഭാവന ചെയ്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ കാർഷിക വകുപ്പിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേവലം 15% മാത്രമാണ് കേരളത്തിൻ്റെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇവിടെ നടന്നെന്നുള്ളത് കിട്ടിയ പോരെ, മതിയില്ലേ? നോക്കണം. ഇതാണ് നെൽകൃഷിയുടെ ഭാഗമായുള്ള ഞാറ്റടി എന്ന് പറയുന്നത്. ഈ ഞാറ്റടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരമ്പിൻ്റെ ഓരോ ഭാഗങ്ങളും വെട്ടി മണ്ണ് ഇട്ട ശേഷം ഓരോ ഭാഗമായി, ഒരു ചെറിയ ഭാഗമായി തിരിച്ച് അതിലേക്ക് വിത്തുകൾ പാവി അതൊരു 3-4 ആഴ്ചയായി പാകപ്പെടുത്തിയ ശേഷം ഈ കാണുന്ന പാടത്തേക്ക് മണ്ണ് ഉഴുതതിന് ശേഷം, വരമ്പ് വെട്ടിയതിന് ശേഷം അതിലേക്ക് അതിനുശേഷം അത് പാകമായതിനു ശേഷം പാടങ്ങൾ ഉഴുതതിന് ശേഷം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇല്ലേ, ക്യാമറ ആക്കിയല്ലേ പറയണ്ട. ഇവിടെ ഒന്നില്ല, ടപ്പ പറഞ്ഞില്ല. ഞാറിവിടെ ഞാറല്ലല്ലേ, ഞാറ്റടിയില്ലേ? അപ്പോ ആണോ? വേണ്ട. ഞാറ്റടി ഇവിടെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനിയൊരു 1.5 ഞാറ്റടി ഇവിടെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇതൊരു 1.5 ആഴ്ച ആകുമ്പോഴത്തേക്കും ഇത് ഞാറാക്കി ഇവിടെ പറ്റുള്ളൂ. അപ്പോൾ ഞാറ് നടാനായി ഞാറ്റടി അല്ലേ? അപ്പോൾ ഞാറ് നടാൻ അത് ഏതോട്ടോ. ഹായ് ഹലോ, ഞാൻ കണ്ണൻ. കേട്ട ഉടനെ ചുമ്മാ അതറുതില്ല. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സേഫ് ഗാലറി. ഇറ്റ് ആൾവേസ് സീംസ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാത്തിനെ പറ്റിയുമുള്ള വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. വേറെ കുഴപ്പമില്ലല്ലോ. ഞാനങ്ങനെ മുകളിലേക്ക് വന്നപ്പോഴാണ് ഒരു യാദൃശ്ചികമായുള്ള അപ്പോൾ ഞാൻ മുകളിലേക്ക് വന്നപ്പോഴാണ് യാദൃശ്ചികമായൊരു സംഭവം കാണുന്നത്. കഞ്ഞിസദ്യ. അതായത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ കണ്ടുവരുന്ന 41 ദിവസവും ഇവിടെ കഞ്ഞിസദ്യ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിലൊരു പങ്കാളിയാകാൻ സാധിക്കും. ഇതിലിപ്പോൾ ഞാനും പങ്കെടുക്കുകയാണ്. ഇനി നമുക്ക് കഞ്ഞിസദ്യയിലേക്ക് പങ്കെടുത്ത് ആ കഞ്ഞിസദ്യയും കഴിച്ച് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അന്നദാന പ്രഭുവേ ശരണം അയ്യപ്പ, ആര്യങ്കാവ് അയ്യനേ ശരണം അയ്യപ്പ. അന്നദാന പ്രഭുവേ ശരണം അയ്യപ്പ. ആക്ഷൻ. പറഞ്ഞോ, എന്തൊരാക്ഷൻ? പറഞ്ഞോ പറ. എന്താ ഇൻട്രോ പറയുന്നത്? അങ്ങനെ നമ്മുടെ കഞ്ഞിക്കുടി സദ്യയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ക്യാമറ അങ്ങോട്ടല്ലേ ചരിഞ്ഞിരിക്കണേ.
അങ്ങനെ കഞ്ഞി സദ്യയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളല്ലൂർ പാറയുടെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പണ്ട് ഇവിടെ മൊത്തവും പാറകളായിരുന്നു, പാറകൾ. ഇപ്പോൾ പാറകൾ നശിച്ച് പാറക്കോറികളായിരിക്കുകയാണ്. അങ്ങനെ കഞ്ഞി സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ പാറയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഉച്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തവും പാറമലകളായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ പാറമലകളൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ ശിവപാർവതി ക്ഷേത്രമല്ലേ, അപ്പം അതിൻ്റെതായ ഒരു മഹിമയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കാണുന്നത് ഇത്രയും വലിയ മലകളായിരുന്നു, വലിയ പാറമലകൾ. അതൊക്കെ ഇപ്പോൾ കോറിയ മാഫിയകൾ വെട്ടടിച്ചിട്ടൊന്നും നോക്കാൻ പറ്റുന്നില്ല. ഈ ഖനനമെല്ലാം പക്ഷേ പറയണേട്ടാ, ഓക്കെ പറയണേ. പക്ഷേ ഗവൺമെൻറ് ഒത്താശയോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ഇതെല്ലാം ഗവൺമെൻറ് ഒത്താശയോടെയാണ് നടന്നതെന്ന് നാട്ടുകാരറിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇതെല്ലാം ഗവൺമെൻറ് ഒത്താശയോടെയാണ് നടന്നതെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞപ്പോൾ നിസ്സഹായരായി. ഓക്കെ, നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്ന വൈബും ഈ പാറയുടെ ഭംഗിയും വാക്കുകളിലൂടെ അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഈ പാറയുടെ ഭംഗിയും നമ്മൾ ഇവിടെ നിന്ന് കേൾക്കാൻ വാക്കുകളിലൂടെ അതെനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നെല്ലിക്കുന്ന് മേടിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. പിന്നെ ഈ പാറയുടെ ഭംഗിയും ഇവിടെ വന്നാൽ കിട്ടുന്ന ആ വൈബും വാക്കുകളിലൂടെ നമുക്ക് വൈകുന്നേരങ്ങളിലെ ഇവിടുത്തെ കാഴ്ച വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ കാഴ്ച അനർവചനീയമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് വളരെ അനർവചനീയമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ കാഴ്ച നിർവചിക്കാൻ പറ്റാത്തതാണ്. സബ്സ്ക്രൈബ് ആണല്ലേ. അപ്പോൾ നമുക്ക് നെല്ലിക്കുന്ന് മേടിൻ്റെ ചില സവിശേഷതകൾ ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കി എല്ലാവരും എൻ്റെ വീഡിയോ ചാനലല്ലേ காட்டுக்கு விருந்து இவன் வேட்டைக்கு செதறனும் பயந்து வெறும் புள்ளிக்கெல்லாம் முற்றுப்புள்ளி எழுதி கொடல் உருவுற சம்பவம் உறுதி இதுவரையில் நல்லவன் இருந்தான். இறங்குன காட்டுக்கு விருந்து இவன் வேட்டைக்கு செதறனும் பயந்து பெரும் புள்ளிக்கெல்லாம் முற்றுப்புள்ளி எழுதி கொடலுருவுற சம்பவம் உறுதி. ഞാറുനടൽ കഴിഞ്ഞു വരുന്ന വഴിക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുകയുണ്ടായി. നല്ല പുഷ്ടിയോടെ ഇതിപ്പോൾ നമുക്ക് നല്ലൊരു അറിവാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പുതിയ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ ആ പ്രോഡക്റ്റുകൾ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത്, പുതിയൊരു അറിവ് കൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അപ്രത്യക്ഷമായിട്ടാണ് ഈ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടത്. നമ്മൾ ഈ അപ്രത്യക്ഷമായിട്ടാണ് ഈ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടത്. உங்களை திருத்துறது என் வேலை இல்ல, என்ன முதல்ல நான் திருத்திக்கிறேன்டா. റെഡി ആക്ഷൻ. അപ്പോൾ നമ്മൾ തെറ്റിക്കുളം ചിറയിൽ മാടക്ക ഒന്നുകൂടെ റെഡി. ഓക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞോ. ഓക്കെ ആക്ഷൻ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെറ്റിക്കുളം ചിറയിൽ മാടങ്കാവിലാണ്. സൗണ്ട് ഇത്ര ഇത് തന്നെ നോക്കിയാ കേരളം നോക്കിന്. ഹലോ ഓവർ ഇത് വേണ്ടല്ലോടാ, സാധാ ഇതിലങ്ങ് പറയാം അല്ലേ. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആ തുടക്കം തരായിരുന്നു നമ്മൾ പോകാൻ പോകുന്നത് അല്ലേ. അപ്പം വേണോ അല്ലേ? വേണ്ട.
മേൽശാന്തി എന്ന നിലയിൽ മോൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. എന്തോട്ടത് അങ്ങനെ പറയാം. റെഡി? ഓക്കെ. കാറക്കുളൂ കാറാത്തല. ആക്ഷൻ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ആക്ഷൻ. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ ആകാംക്ഷയുടെ മുൻമുന്നേ ആകാംക്ഷയുടെ അവിടെ തന്നെ അത് പറഞ്ഞു. നിങ്ങളെ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമാങ്ങ എങ്ങനെ തിന്നാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ കിട്ടിയാൽ മാത്രമേ നമുക്ക് പച്ചമാങ്ങ തിന്നാൻ പറ്റൂ. പഴുത്തമാങ്ങ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മാങ്ങ ഇടിച്ച് ചതച്ച് പിടിച്ച് റബ്ബർ കണക്ക് പിതുങ്ങിയാണ്. നല്ലോണം പിതുങ്ങുന്നുണ്ട്. നല്ല പിടിക്കാനും നല്ല സുഖമുണ്ട്. എന്തോ എങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ അണ്ടി നോക്കി നേരെ പിടിക്കുക. അതായത് ഈ മാങ്ങ അണ്ടി എങ്ങനെ ഏത് ഷേപ്പ് എവിടെയാണ് ഇരിക്കുന്നത് നോക്കിയിട്ട് കറക്റ്റ് പിടിക്കാൻ പറ്റും. ചതഞ്ഞിരിക്കണോണ്ട് നല്ലോണം അറിയാൻ പറ്റും പിടിക്കാൻ. ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പം അത് പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ റൗണ്ട് ഇട്ട് കൊടുക്കുക. നിറഞ്ഞൊലിക്കുകയാണ്. കണ്ട കണ്ട ഈ ഇതിനാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട സാധനം. രക്ഷയില്ലാണ്ട ഒലിക്കുന്നുണ്ട. ഒരു രക്ഷയില്ലാതാ ഈ ഒലിക്കണണ്ടല്ലേ. കാർഷിക ക്ഷേമത്തിനും ഉൽപാദന വർധനവിനും നമുക്കിനി മസാല പുരട്ടി ചെക്കനാ ചട്ടി ചൂടായിട്ടുണ്ട്. ഉള്ളിയൊന്നും അരിഞ്ഞില്ലടാ, തേഞ്ഞ്. നമ്മളെ പച്ചക്കുരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണമാണ്. ഇത് വലിയൊരു പാറ തന്നെയാണ്. വിയർത്ത് കുളിച്ച് ആഴ്ചയാണ് നമ്മളിവിടെ കയറി വരുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. എനിക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. ഈ തളർച്ചയും ക്ഷീണവും എല്ലാം ഈ പ്രകൃതിയെ കാണുമ്പോൾ എല്ലാം ഈ കാറ്റത്തൊലിച്ചു പോവുകയാണ്. ഇതെന്താ ജീവനുള്ള കോഴിയോ? ആ ചൂട് കറി ഇട്ട് ഇളക്കിയിട്ട് വായിലോട്ട് വെക്കുമ്പോണ്ടല്ലോ, എവിടെ നിന്നൊക്കെ ഊറണം എന്നറിയാമോ? ഞാനൊരു വികാര ജീവിയാണ്. ഒരു രക്ഷയില്ല. പെയ്യാത്ത മഴ വരെ പെയ്യുന്നുണ്ട്. നല്ല മഴക്കോളും ഉണ്ട്. അടുത്തൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇതിൻ്റെ ടെക്സ്ചർ എന്തായാലും നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.